Praise the Lord. Greetings to all in the Sungwini of all audience with Jesus Christ. Welcome all of you in the Swandanam Vaidadhara online platform. Today we have Son of God, Evangelist Tijumon Chako from Pallikut, Malappuram for the word ministry with us, and for the song ministry we have Sister Liza Biju from Bahrain with two Malayalam songs. Let us hear the song ministry from Sister Liza Biju. May God's name be glorified. Praise the Lord. യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നു എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടി കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടി കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ. യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം.
അത്യുന്നതനാമിൻ ദൈവമേ, നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. എന്നെ വീണ്ടെടുത്ത നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. അത്യുന്നതനാമിൻ ദൈവമേ, നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. എന്നെ വീണ്ടെടുത്ത നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. ശത്രുവാമിന്നെയും നിൻ പുത്രനാക്കി തീർത്ത നിൻ സ്നേഹത്തിനായി പൊന്നുനാഥനേ തൃപ്പാദത്തിൽ വീണു ഞാൻ വണങ്ങിടും നീ. ശത്രുവാമിന്നെയും നിൻ പുത്രനാക്കി തീർത്ത നിൻ സ്നേഹത്തിനായി പൊന്നുനാഥനേ തൃപ്പാദത്തിൽ വീണു ഞാൻ വണങ്ങിടും നീ. അത്യുന്നതനാമിൻ ദൈവമേ, നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. എന്നെ വീണ്ടെടുത്ത നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. കുപ്പയിൽ നിന്നും എന്നെ ഉയർത്തിയ നിൻ സ്നേഹം ആശ്ചര്യമേ. നിത്യകാലം ഞാൻ പാടി സ്തുതിച്ചിടും നിൻ സ്നേഹം ഓർത്തിടുമ്പോൾ. കുപ്പയിൽ നിന്നും എന്നെ ഉയർത്തിയ നിൻ സ്നേഹം ആശ്ചര്യമേ. നിത്യകാലം ഞാൻ പാടി സ്തുതിച്ചിടും നിൻ സ്നേഹം ഓർത്തിടുമ്പോൾ. അത്യുന്നതനാമിൻ ദൈവമേ, നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. എന്നെ വീണ്ടെടുത്ത നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. Praise the Lord. Thank you, Sister Lisa Biju from Bahrain. Very blessed songs we're listening to, Sister, and we thank her for the blessed song we could hear today. Welcome all of you to the Swandanam Vajnadhara online platform. Today we have Son of God, Evangelist Tijumon Chako from Pallikut, Malpuram, for the word ministry with us, and I will request Son of God to share few words of his testimony also. That will be an encouragement to all the listeners who are available over here. Now this is the time for word ministry by Evangelist Tijumon Chako. May God's Lord be glorified. കേൾക്കാലോ അല്ലേ? കേൾക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വാന്തനം വചനധാര സൂം പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ പേര് ടിജുമോൻ ചാക്കോ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് പള്ളിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇവിടെയുള്ള പള്ളിക്കുത്ത് ബ്രദറൻ സഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടു വരുന്നു. എൻ്റെ പ്രാരംഭമായി ചെറിയൊരു അനുഭവ സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ പഠിച്ചത് ഒക്കെ ഈ പള്ളിക്കുത്ത് സ്ഥലത്ത് തന്നെയാണ്. അവിടെ നിന്ന് എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം
ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ ബാംഗ്ലൂരായിരുന്നു. അവിടെയുള്ള മടിവാള എബനേസർ ബ്രദർ അസംബ്ലിയിലായിരുന്നു ആ നാളുകളിൽ കർത്താവിനെ ആരാധിച്ച് പോന്നു വന്നിരുന്നത്. അവിടെ വെച്ചാണ് വ്യക്തിപരമായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ദൈവവിളി എനിക്ക് ലഭിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ജോലി അവിടെ റിസൈൻ ചെയ്ത് അവിടെ നിന്ന് ആ സ്ഥലസഭ ആണ് എന്നെ പ്രാർത്ഥിച്ച് പത്തനംതിട്ട ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് എന്നെ വിടുവാനായിട്ടിടയായി. പത്തനംതിട്ട ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രത്യേകം എന്നെ അനുവദിച്ചു. ആ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ തിരുവചന പഠനത്തിന് ശേഷം തിരിച്ച് ബാംഗ്ലൂരിൽ തന്നെ പോവുകയും അവിടെയുള്ള സ്ഥലസഭയോട് ചേർന്ന് കർത്താവിൻ്റെ വേലയിലായിരുന്നു. കർത്താവിൻ്റെ ദാസൻ കെ എ ഷാജിമോനോട് ചേർന്നാണ് ആ നാളുകളിൽ കർത്താവിൻ്റെ വേലയിൽ തുടർന്നു പോന്നിരുന്നത്. അതിനുശേഷം ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ മാതൃസഭയായ സ്വന്തം സ്ഥലമായ പള്ളിക്കുത്ത് സ്ഥലത്ത് വരികയും ഇവിടെയുള്ള ദൈവജനത്തോടൊത്ത് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പോരുകയാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഷൈനി. 2 കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. മൂത്തവൻ്റെ പേര് ജെയ്ഡൻ, രണ്ടാമത്തെ മകൻ്റെ പേര് ജോനാഥൻ. അവരെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങൾ സന്തോഷമായി ഇരിക്കുന്നു എന്നുള്ളതായ കാര്യവും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മലപ്പുറം ജില്ലയിലുള്ളതായ ദൈവദാസന്മാരോട് ചേർന്ന് വിവിധ ശുശ്രൂഷകളിൽ പ്രത്യേകിച്ച് പരസ്യയോഗങ്ങൾ, ആഴ്ചതോറുമുള്ള പരസ്യയോഗങ്ങൾ, മറ്റ് ഹൗസ് വിസിറ്റിംഗ്, മറ്റ് ഇതര YMF ബാലസംഘം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിച്ച് പോരുന്നു. ഞങ്ങളെ തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, പ്രായത്തിൽ ആയിരിക്കുന്നു. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്നുള്ളതായ സമയം ദൈവവചനത്തിൻ്റെ മുൻപാകെ നാം ആയിരിക്കുവാനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി ഈ രാത്രികാലം നാം തിരുവചനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന് നമ്മോട് എന്താണോ സംസാരിക്കാനുള്ളത് അത് ദൈവം നമ്മോട് സംസാരിക്കും. അതുകൊണ്ട് മാന്യ കേൾവിക്കാർ വളരെ പ്രാർത്ഥനയോടുകൂടി ഈ രാത്രികാലം നമുക്ക് ആയിരിക്കാം. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ രാത്രികാലം നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ എനിക്ക് ലഭ്യമായ ഈ വിലപ്പെട്ട സന്ദർഭത്തെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ അതിനൊരു ക്രമീകരണം നൽകി തന്ന പ്രിയപ്പെട്ട സജീവ് ബ്രദറിനോടും കൂട്ടുപ്രവർത്തകരോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ ഹൃദ്യമായ നന്ദിയും കടപ്പാടും ഇത്തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പ്രാരംഭമായി 2 വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ വേദഭാഗം യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും ഞാൻ വായിക്കുന്നു. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം 7-ാം വാക്യം. നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ ഒന്നുകൂടി ആ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. 7-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം ഈ വായിച്ച വേദഭാഗത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ പറയട്ടെ, 2 വ്യത്യസ്തമായ അളവുകോലാണ് നമുക്കിവിടെ വായിക്കാൻ സാധിച്ചത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാനുള്ള അളവുകോലും അപ്പോൾ തന്നെ
ആ വ്യക്തി ശപിക്കപ്പെടുവാനുള്ള അളവുകോലും ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരു മനുഷ്യന് വേണമെങ്കിൽ അനുഗ്രഹിക്കപ്പെടാം, അല്ല ആ വ്യക്തിക്ക് വേണമെങ്കിൽ ശപിക്കപ്പെടാം. ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയത്തിന് ദൈവം വെച്ചിരിക്കുന്ന അളവുകോൽ അവിടെയാണ്. ഞാൻ അതിനെ ഇങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒന്നാമതായി ആ വ്യക്തി ചെയ്യേണ്ടുന്ന കാര്യം നാം ആ വാക്യത്തിൽ വായിക്കുന്നു. 7-ാം വാക്യത്തിൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നോക്കൂ, ഒരു വ്യക്തി ദൈവത്താൽ മാനിക്കപ്പെടണമെങ്കിൽ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാമത്തെ മെഷർമെന്റ് എന്ന് പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്ന ജീവിതം. യഹോവയിൽ ആശ്രയിക്കുക മാത്രമല്ല, യഹോവ മാത്രം ആശ്രയമായിരിക്കുന്ന ഏതൊരു വ്യക്തി ഉണ്ടോ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആ വ്യക്തിയെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഭാഗ്യവാൻ. എന്നാൽ അതിന് നേരെ ഓപ്പോസിഷനായിട്ട് നേരെ ഓപ്പോസൈഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ, അതിന് നേരെ എതിരായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി ശപിക്കപ്പെടണമെങ്കിൽ അതിനും ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്ന മെഷർമെന്റ്, ഞാൻ അതിന്റെ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ പറയട്ടെ. ആദ്യമായി ആ വ്യക്തി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറണം. രണ്ടാമതായി ജഡത്തെ തന്റെ ഭുജമാക്കി മാറ്റണം. മൂന്നാമതായി മനുഷ്യനിൽ പോയി ആശ്രയിക്കണം. ഇപ്പൊ ഒന്നാമത് ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുക, ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. 2, തൻ്റെ ജഡത്തെ ഭുജമാക്കി മാറ്റുക. 3, മനുഷ്യനിൽ പോയി ആശ്രയിക്കുക. ഈ 3 പടികൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ആ വ്യക്തി ശപിക്കപ്പെട്ടവനായിത്തീരും. നാം 118-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് തീരുമാനമെടുക്കാം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകണോ, ഞാൻ ശപിക്കപ്പെട്ടവനായി മാറണോ. വേദപുസ്തകത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അനേക ഭക്തന്മാർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്. ഈ മെഷർമെന്റാ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഏതു വ്യക്തിയുണ്ടോ ആ വ്യക്തി തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അവൻ ഭാഗ്യവാനാണ്. എന്നാൽ തൻ്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് വിട്ടുമാറുക, തൻ്റെ ജഡത്തെ ഭുജമാക്കി മാറ്റുക, മനുഷ്യനിൽ പോയി ആശ്രയിക്കുക, അങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തി ശപിക്കപ്പെട്ടവനായിത്തീരും. ഈ 2 മെഷർമെന്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ വേദപുസ്തകത്തിലെ ഒരു വ്യക്തിയെ മുൻപോട്ട് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി എൻ്റെ വാക്കിൽ നിന്ന് വിരാമമിടാം എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഈ 2 മെഷർമെന്റ് നിങ്ങൾ ഓർക്കുക. ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ ദൈവം കൊടുത്ത മെഷർമെന്റ്, ഒരു വ്യക്തി ശപിക്കപ്പെടുവാൻ ദൈവം കൊടുത്ത മെഷർമെന്റ്. ഈ 2 അളവുകോലും നമ്മുടെ മനസ്സിൽ വെച്ച് നാം പഴയ നിയമത്തിൽ ഒരു രാജാവിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. 2 ദിനവൃത്താന്ത പുസ്തകം 14-ാം അധ്യായം, നാം 14, 15, 16 അധ്യായം വായിക്കുമ്പോൾ ഈ രാജാവിനെ കുറിച്ചുള്ള ആ രാജാവിന്റെ ജീവിതത്തിൽ വന്ന സംഭവങ്ങളെ വിവരിക്കുന്ന അധ്യായങ്ങളാണത്. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം. ഈ 2 അളവുകോലും ഈ രാജാവിന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനായിട്ടിടയായി. പ്രായോഗിക തലത്തിൽ ഈ 2 അളവുകോലും ഈ രാജാവിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അളവുകോൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജാവിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. നോക്കൂ, 14-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അബിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു,
അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി. അവന്റെ കാലത്ത് ദേശത്തിന് 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. നമുക്കറിയാം, BC 931 തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നും, രഹബയാമിന്റെ നേതൃത്വത്തിൽ യഹൂദ എന്നും യെരോബയാമിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ എന്നും ദേശത്തെ രണ്ടായി വിഭജിക്കപ്പെടുന്നത്. ഈ രണ്ടു ദേശത്തും, തെക്കേ രാജ്യവും വടക്കേ രാജ്യവും, അല്ലെങ്കിൽ യഹൂദയും ഇസ്രായേലും, അനവധി രാജാക്കന്മാർ മാറി മാറി ഭരിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വിരലിൽ എണ്ണാവുന്ന രാജാക്കന്മാർ മാത്രമേ യഹോവയ്ക്ക് ഹിതകരമായ നിലയിൽ രാജ്യം ഭരിച്ചിട്ടുള്ളൂ. നാം രാജാക്കന്മാരുടെ പശ്ചാത്തലവും അവരുടെ രാജഭരണവും എടുത്തു പഠിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും, വളരെ വിരലിലെണ്ണാവുന്ന രാജാക്കന്മാർ മാത്രം ദൈവത്തെ പ്രസാദിപ്പിച്ച്, അഥവാ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം രാജ്യം ഭരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരു രാജാവാണ് ഈ ആസ എന്ന് പറയുന്ന രാജാവ്. നമ്മുടെ വളരെ വ്യക്തമായി പറയുന്നു, അബിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചതിനു ശേഷം ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി. അബിയാവിനു പകരം തന്റെ മകനായ ആസ രാജസ്ഥാനത്തേക്ക് കടന്നു വരുന്ന രംഗമാണ് നാം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നത്. നോക്കൂ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ദൈവാത്മാവിൽ നിറയപ്പെട്ട് വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. എന്താണ് ആ സത്യം? അവിടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്, അവന്റെ കാലത്ത്, അഥവാ ആസയുടെ കാലത്ത് ദേശത്തിന് 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി എന്ന് പറഞ്ഞാൽ, അതിനു മുൻപും അതിനു പിൻപും രാജ്യം ഭരിച്ചിട്ടുള്ള, യഹൂദ ഭരിച്ചിട്ടുള്ള ഒട്ടനവധി രാജാക്കന്മാരുടെ കാലത്ത് ദേശത്ത് സ്വസ്ഥതയുണ്ടായിട്ടില്ല. അപ്പോൾ ആസയുടെ കാലത്താണ്, താൻ ഭരിച്ചിട്ടാണ് 10 സംവത്സരം ദേശത്ത് സ്വസ്ഥതയുണ്ടാകുവാനായിട്ടിടയായത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഏതൊരു രാജാവും ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായ സമാധാനപരമായ രാജഭരണം, സമാധാനമായി രാജ്യം ഭരിക്കുക, അതാണ് ഏതൊരു രാജാവും ആഗ്രഹിക്കുന്നത്. എന്നാൽ അനവധി രാജാക്കന്മാർക്ക് ലഭ്യമാകാത്ത, സാധിക്കാതിരുന്ന, വളരെ പ്രത്യേകമായി ദൈവം അനുകൂലമായി നിന്ന ഒരു രാജഭരണമായിരുന്നു ആസയുടെ രാജകാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഈ വരികൾ അവിടെ കുറിച്ചു വെച്ചത്. എന്താണത്? 10 സംവത്സരം ദേശത്ത് സമാധാനത്തോടെ സ്വസ്ഥതയോടെ രാജ്യം ഭരിക്കാൻ ഇടയായി. ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. സഭാതലത്തിൽ സ്വസ്ഥതയോടെ ദൈവത്തെ ആരാധിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ദൈവമക്കൾ. ദേശത്ത് സ്വസ്ഥത ഉണ്ടാകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ശുശ്രൂഷ കാലഘട്ടത്തിൽ, ശുശ്രൂഷ രംഗങ്ങളിൽ സമാധാനത്തോടെ ദൈവത്തെ ശുശ്രൂഷിക്കണമെന്നാണ് ഏതൊരു വ്യക്തിത്വവും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സ്വസ്ഥതയ്ക്ക്, സമാധാനത്തിന് മനുഷ്യൻ വളരെ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, നാം ലോകത്തേക്ക് നോക്കുമ്പോൾ, രാജ്യത്തേക്ക് നോക്കുമ്പോൾ, മനുഷ്യരുടെ ഇടയിലേക്ക് നോക്കുമ്പോൾ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ നോക്കുമ്പോൾ, കുടുംബങ്ങളിൽ നോക്കുമ്പോൾ, എന്തിനേറെ പറയുന്നു പ്രിയമുള്ളവരെ, സ്വസ്ഥതയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു കാലഘട്ടം. മനുഷ്യന് സമാധാനമില്ല, സ്വസ്ഥതയില്ല. അവൻ അതിനു വേണ്ടി എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവൻ ആഗ്രഹിക്കുന്ന ഒരു സമാധാനം അവന്റെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും സമാധാനം വേണം, സ്വസ്ഥത വേണം എന്നുള്ളതാ. ഇവിടെ ആസയും ആഗ്രഹിച്ചത് അത് തന്നെയാ. എന്റെ പിതാക്കന്മാർ ദൈവത്തെ ആ നിലയിൽ നോക്കൂ മറുത്ത് രാജ്യം ഭരിച്ചവരാണ്. ആ ചരിത്രം നമുക്കറിയാം. എന്നാൽ ആസ രാജസ്ഥാനത്തേക്ക് വരുന്നു. ആസയെ കുറിച്ച് ദൈവാത്മാവ് എഴുതി വെച്ചു. ആസ 10 സംവത്സരം സ്വസ്ഥതയോടുകൂടി, സമാധാനത്തോടുകൂടി രാജ്യം ഭരിച്ചു. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് ആസ 10 സംവത്സരം സ്വസ്ഥതയോടെ രാജ്യം ഭരിച്ചു, സമാധാനത്തോടെ രാജ്യം ഭരിച്ചു? അനേക രാജാക്കന്മാർ രാജ്യം ഭരിച്ചില്ലേ?
അവരൊക്കെ അസമാധാനത്തിൽ അസ്വസ്ഥരായി രാജ്യം ഭരിച്ചപ്പോൾ ഇതാ ഒരു രാജാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ആ രാജാവ് സമാധാനത്തോടെ സ്വസ്ഥതയോടെ 10 സംവത്സരം ദേശത്ത് രാജ്യം ഭരിക്കാനിടയായി. എന്തുകൊണ്ട് ഈ രാജാവിന് സ്വസ്ഥതയോടെ രാജ്യം ഭരിക്കാനിടയായി? 1-2 കാരണങ്ങൾ ഞാൻ ഈ ഭാഗത്ത് എനിക്ക് ചിന്തിക്കുവാൻ ഇടയായപ്പോൾ ലഭ്യമായി. ഞാനതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ആസ സ്വസ്ഥതയോടെ രാജ്യം ഭരിച്ചു? ഒന്നാമത്തെ കാരണം അതിന്റെ 2-ാം വാക്യത്തിലുണ്ട്. നോക്കൂ, അവിടെ നാം വായിക്കുന്നത്, ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. ഞാൻ അതിനിങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ ഹിതത്തിന് ഒത്തവണ്ണം ദൈവത്തെ പ്രസാദിപ്പിച്ച വ്യക്തിത്വമായിരുന്നു ആസ. ആസ എന്ന് പറയുന്ന രാജാവ് ആ സ്ഥാനത്തേക്ക് ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ ആസ ചെയ്ത ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ ഹിതത്തിന് ഒത്തവണ്ണം ദൈവത്തെ പ്രസാദിപ്പിച്ചു. തന്റെ മുൻഗാമികൾ, തന്റെ പിതാവ് തൊട്ടുള്ള ആളുകൾ, തന്റെ പിൻഗാമികൾ, നോക്കൂ, അവരൊന്നും ദൈവത്തെ പ്രസാദിപ്പിച്ചല്ല രാജ്യം ഭരിച്ചത്. നാം ഈ ഭാഗം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, വിരലിൽ എണ്ണാവുന്ന രാജാക്കന്മാർ അവർ ദൈവത്തെ പ്രസാദിപ്പിച്ച് രാജ്യം ഭരിച്ചു. എന്നാൽ ബഹുഭൂരിപക്ഷം രാജാക്കന്മാരും ദൈവത്തിന് അനിഷ്ടമായാണ് ദേശത്ത് രാജ്യഭരണം നടത്തിയത്. ഇവിടെ ആസ ദൈവത്തെ പ്രസാദിപ്പിച്ചു. എങ്ങനെയാ ആസ ദൈവത്തെ പ്രസാദിപ്പിച്ചത്? 2-3 കാര്യം അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നാം 3-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. ഒന്നാമതായി ആസ ആ രാജസ്ഥാനത്തേക്ക് വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം നമുക്കറിയാം. ഒരു പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ദേശത്ത് അല്ലെങ്കിൽ അവർ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ ആദ്യം അവർ ചെയ്യുന്ന കാര്യം ജനമെല്ലാം വളരെ ശ്രദ്ധിച്ച് വീക്ഷിക്കും. ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവർ അധികാരമേറ്റാൽ ഇവരാദ്യം ചെയ്യുന്നത് എന്താണ്? ഇവിടെയും ആസ രാജസ്ഥാനത്തേക്ക് വന്നപ്പോൾ ആദ്യം ചെയ്തതായ കാര്യം വളരെ പ്രാധാന്യമുള്ളതാ. യഹോവയെ പ്രസാദിപ്പിക്കാൻ അവൻ തീരുമാനിച്ച് ആദ്യം ചെയ്തു. എന്താ ചെയ്തത്? അവൻ ചെയ്തതായ കാര്യം, ഈ രാജാവ് ചെയ്ത കാര്യം, അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് റിമൂവ് ചെയ്തു, നീക്കിക്കളയുക. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവത്തിന് ഹിതകരമല്ലാത്ത, ദൈവം പ്രസാദിക്കാത്ത എന്തൊക്കെ ആ രാജ്യത്തുണ്ടോ, എന്തൊക്കെ ദൈവത്തിന് അനിഷ്ടമായിട്ടുണ്ടോ അവയെല്ലാം എന്ത് ചെയ്തു? നീക്കിക്കളയുവാനായിട്ടിടയായി. എല്ലാ രാജാക്കന്മാരും അങ്ങനെ ചെയ്തില്ല. നോക്കൂ, ഈ രാജാവ് ആസ അതിന് പ്രാധാന്യം നൽകി. ദേശത്ത് താലോലിക്കപ്പെട്ട, ദേശത്ത് കൂടുതൽ പ്രാധാന്യം നൽകി, പ്രോത്സാഹനം നൽകി. ദൈവത്തിന് അനിഷ്ടമായ അനവധി കാര്യങ്ങൾ ആ ദേശത്ത് നടക്കുമ്പോൾ ഒരു രാജാവ്, നോക്കൂ, ആ രാജാവിന്റെ സമർപ്പണം നാം മനസ്സിലാക്കണം. ആ രാജാവ് ആ ദേശത്ത് നിന്ന് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതെല്ലാം നീക്കിക്കളയുവാനിടയായി. അതുകൊണ്ട് ദൈവം തനിക്ക് സ്വസ്ഥത നൽകി. അതുകൊണ്ട് ദൈവം ആ ദേശത്തിന് സമാധാനം നൽകി. 2-ാമത്തെ കാര്യം അവിടെ നാം പറയുന്നത്, സ്തംഭ വിഗ്രഹങ്ങളെ ഉടച്ചു കളഞ്ഞു. നോക്കൂ, 1 നീക്കിക്കളയുക, 2 ഉടച്ചു കളഞ്ഞു. അവിടെയുള്ള വിഗ്രഹങ്ങളെ ദൈവത്തിന് വിരോധമായി, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുതെന്നുള്ള ദൈവത്തിന്റെ ആദ്യ കൽപ്പനയായ ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യത്തോട് ആസ എന്ത് ചെയ്തു? തന്റെ ജീവിതം കൊണ്ട് താൻ ഒരു ക്രമീകരണം ചെയ്തു. ആ രാജസ്ഥാനത്ത് വന്നപ്പോൾ താൻ ആ വിഗ്രഹങ്ങളെയെല്ലാം ഉടച്ചു കളയുവാനായിട്ടിടയായി. ആ ദേശത്ത് നിന്ന് അവയെല്ലാം എന്ത് ചെയ്തു? ഇല്ലാതെയാക്കുവാനായിട്ടിടയായി. ഒരു രാജാവ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ രാജാവിന്റെ, നോക്കൂ, സമർപ്പണം, ആ രാജാവ് ദൈവത്തിലുള്ള ആശ്രയം, ആ രാജാവ് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. 3-ാമതായി നാം അവിടെ കാണുന്നത്, 1 നീക്കിക്കളഞ്ഞു, 2 വെട്ടിക്കളഞ്ഞു, ഉടച്ചു കളഞ്ഞു, 3 വെട്ടിക്കളഞ്ഞു. ഏതാ? അസേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. ഈ 3 പ്രവൃത്തി ആസ തന്റെ ഔദ്യോഗികമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ ചെയ്യുവാനായിട്ടിടയായി. ദൈവം തന്നിൽ പ്രസാദിക്കാൻ കാരണം, ദൈവം
തനിക്ക് സ്വസ്ഥതയോടുകൂടിയുള്ള രാജഭരണം നൽകാൻ കാരണം, ഒന്ന്, താൻ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം രാജ്യം ഭരിക്കാൻ തീരുമാനിച്ചു. അതിന് താൻ ചെയ്തത് നീക്കേണ്ടത് നീക്കി, ഉടക്കേണ്ടുന്നത് ഉടച്ചു, വെട്ടിക്കളയേണ്ടുന്നത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ദൈവം തന്നിൽ പ്രസാദിക്കുകയും തനിക്ക് 10 സംവത്സരം സ്വസ്ഥതയോടുകൂടി രാജഭരണത്തിൽ ഏർപ്പെടാനായിട്ടിടയായി. ഞാൻ ഇവിടെ നിന്ന് വളരെ അടിവരയിട്ട് വളരെ ഗൗരവത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയ ദൈവജനമേ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ, നമ്മുടെ സഭാ ശുശ്രൂഷകളിൽ സഭാ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ, നമ്മെ ദൈവം തന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ വളരെ വ്യക്തമാണ്, ദൈവത്തിന്റെ ഹിതകരമായ നിലയിൽ ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിന് നാം നീക്കേണ്ടത് നീക്കണം, നാം ഉടക്കേണ്ടത് ഉടച്ചു കളഞ്ഞേ പറ്റൂ, നാം വെട്ടിക്കളയേണ്ടത് വെട്ടിക്കളഞ്ഞേ പറ്റൂ. അതല്പം നാം സ്നേഹിക്കുന്നതായിരിക്കാം, നാം പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കാം, നാം വളരെ നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതായിരിക്കാം. പക്ഷെ അത് ദൈവത്തിന് പ്രസാദമല്ലാത്തതായിരിക്കാം. ഏതു കാര്യമായാലും ദൈവത്തിന് അനിഷ്ടമായി, ദൈവത്തിന്റെ ഹിതകരമല്ലാത്ത, ദൈവപ്രസാദമല്ലാത്ത ഏതൊരു കാര്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ, അത് നാം റിമൂവ് ചെയ്തേ പറ്റൂ, അത് നാം ഉടച്ചു കളഞ്ഞേ പറ്റൂ, അത് നാം വെട്ടിക്കളഞ്ഞേ പറ്റൂ. അവിടെയാണ് സ്വർഗത്തിലെ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. ആസ അത് ചെയ്തപ്പോൾ ആസയിൽ ദൈവം പ്രസാദിക്കാനിടയായി. രണ്ടാമത്തെ കാര്യം, നാം ആ ഭാഗത്തോട് താഴോട്ട് വായിച്ചു വരുമ്പോൾ രണ്ടാമതായി ആസ ചെയ്തതായ പ്രവൃത്തി അതിന്റെ 4-ാം വാക്യത്തിലുണ്ട്. എന്താ അവിടെ പറയുന്നത്? യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. നോക്കൂ, ഒന്ന്, ദൈവത്തിന്റെ ഹിതകരമായ നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. 2, ആ ദൈവത്തെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ചു നടപ്പാനും കൽപ്പിച്ചു. തന്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്തു. ദൈവത്തെ അന്വേഷിക്കുക. നാളിതുവരെ രാജാക്കന്മാർ ജനത്തോട് പറയാത്തൊരു കാര്യം, രാജാക്കന്മാർ ജനത്തെ മറ്റു നിലയിൽ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഇതാ ആസ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ മറ്റു രാജാക്കന്മാരിൽ നിന്ന് വിഭിന്നമായി ദൈവത്തെ പ്രസാദിപ്പിക്കുക മാത്രമല്ല, ദൈവത്തെ അന്വേഷിക്കുവാൻ ജനത്തെ ആഹ്വാനം ചെയ്യുകയും അപ്പോൾ തന്നെ ദൈവവചനത്തിന് തന്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകിയ ഒരു രാജാവാണ്. ദേശത്ത് ജനത്തോട് പറയുക, ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ചു നടക്കുക, നിങ്ങൾ ദൈവവചനത്തിങ്കിലേക്ക് തിരിയുക, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ അനുവദിച്ചു കൊടുക്കുക. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാണ്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ചു തികഞ്ഞവനാക്കുന്ന ഈ ദൈവവചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. നാളിതുവരെ ഈ ജനം ദൈവവചനത്തിൽ നിന്ന് അകന്നു പോയേക്കുകയാണ്. എല്ലാ രാജാക്കന്മാരും തിരുവചനത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തുമ്പോൾ ആസ ദൈവവചനത്തിലേക്ക് ഒരു മടങ്ങി വരവ്, ദൈവത്തിലേക്കുള്ള ഒരു അന്വേഷണം ഈ ജനത്തിന് നൽകുവാനായിട്ടിടയായി. എന്തുകൊണ്ട്? ആസയുടെ ജീവിതത്തിൽ 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. നാം അതിന്റെ കാരണമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിന് ഹിതകരമായി ദൈവപ്രസാദത്തോടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. 2, ദൈവവചനത്തിന് തന്റെ ജീവിതത്തിലും താൻ ഭരിക്കുന്ന കാലഘട്ടത്തിലും പ്രാധാന്യം നൽകുവാനായിട്ടിടയായി. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. നോക്കൂ, 119 സങ്കീർത്തനം മുഴുവൻ നാം വായിക്കുമ്പോൾ അറിയാം ദൈവവചനത്തിന്റെ മാധുര്യം, അതിന്റെ പവിത്രത, അതിന്റെ ഗാംഭീര്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും പ്രയോഗിക്കുവാനും ജനത്തെ ആഹ്വാനം ചെയ്യുന്ന രാജാവായി ആസയെ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, നാം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്ന മറ്റൊരു പ്രയോഗമുണ്ട്. യഹോവ അവന് വിശ്രമം നൽകിയത് കൊണ്ട് ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധമില്ലായകയാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. ആസ ചെയ്ത മൂന്നാമത്തെ കാര്യം, അവൻ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിയുവാനിടയായി. നാളിതുവരെ ഒരു രാജാക്കന്മാർക്കും ചെയ്യുവാൻ സാധിക്കാത്ത
വലിയ പ്രവൃത്തി ദൈവം തന്നിലൂടെ ദേശത്ത് ചെയ്യുവാനിടയായി. അവൻ ഉറപ്പുള്ള പട്ടണം പണിയാൻ കാരണം നമ്മുടെ പറയുന്നുണ്ട്, അവന്റെ കീഴിൽ സ്വസ്ഥതയുള്ള ഒരു രാജ്യമായിരുന്നു. അവന് വിശ്രമം നൽകിയിരുന്നു. ദൈവം ദേശത്തിന് സ്വസ്ഥത കൊടുത്തത് കൊണ്ട് അവന് സമാധാനത്തോടെ സ്വസ്ഥതയോടെ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണം പണിയുവാനായിട്ടിടയായി. ദൈവത്തിന്റെ ജനമേ, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടായി ഉറപ്പുള്ള പട്ടണങ്ങളെ പണിയണമെങ്കിൽ, ദൈവത്തിന് പ്രയോജനമുള്ള ജീവിതമായി നാം നമ്മെ തന്നെ പണിയണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. നോക്കൂ, യഹോവയെ പ്രസാദിപ്പിക്കുകയും ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരികയും മൂന്നാമത് ഉറപ്പുള്ള പട്ടണങ്ങളെ പണിയുവാൻ നമുക്കിടയാകണം. ആസയ്ക്ക് അത് സാധിച്ചത് കൊണ്ട് ദൈവം ആശയുടെ ജീവിതത്തെ നമുക്ക് മാർഗദർശമായി കാട്ടിത്തരികയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഈ ഭാഗം മുൻപോട്ട് പോകുമ്പോൾ ആശയുടെ ജീവിതത്തിൽ തുടർന്ന് സംഭവിക്കുന്നതായ കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനം ആസയ്ക്ക് ഉള്ളതായ ബലം, സൈന്യബലത്തെ വെളിപ്പെടുത്തുന്ന രംഗമാണ്. 8-ാം വാക്യം നിങ്ങൾ നോക്കൂ. ആസയ്ക്ക് വൻപരിചയും കുന്തവും എടുത്തവരായി 3,00,000 യഹൂദരും ചെറുപരിചയം എടുപ്പാൻ വില്ലുകുലപ്പാനും പ്രാപ്തരായ 2,80,000 ബെന്യാമിനരും ഉള്ള ഒരു സൈന്യമുണ്ടായിരുന്നു. അപ്പൊ ആസയുടെ സൈന്യ ബലം എന്ന് പറയുന്നത് നാം അവിടെ കാണുന്നുണ്ട്. ഏകദേശം 3,00,000 യഹൂദരും പിന്നെ 2,80,000 ബെന്യാമിനരുമുള്ള ഒരു സൈന്യ ബലം. എന്നാൽ ആ നാൾ ഇതുവരെ ആസ യുദ്ധമില്ല, സമാധാനത്തോടെ പോകുമ്പോൾ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സംഭവം അവിടെ നടക്കുന്നുണ്ട്. 9-ാം വാക്യം നാം കാണുന്നത്, അനന്തരം കൂശ്യനായ സേരക് 10,00,000 ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടെ അവരുടെ നേരെ പുറപ്പെട്ട് മരേശ വരെ വന്നു. നോക്കൂ, ആസയ്ക്കെതിരായി ഒരു സൈന്യം വരികയാണ്. ഏതാ സൈന്യം? 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കൂശ്യനായ സേരക്. സൈന്യബലം നാം കാണുന്നുണ്ട് അവിടെ. 10,00,000 ആളും 300 രഥവും. ഇവിടെ ആസയ്ക്ക് 3,00,000 യഹൂദരും ചെറുപരിചയെടുക്കും വില്ലുകുലപ്പാനും പ്രാപ്തരായ 2,80,000 പേരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 5,80,000 പേര് മാത്രമേ ആസയുടെ സൈന്യബലമുള്ളൂ. എന്നാൽ അപ്പുറത്ത് 10,00,000 ആളും പോരാനിട്ട് 300 രഥവും. കാലത്ത് രഥത്തിന്റെ ശക്തി അനുസരിച്ചാണ് എന്ത് ചെയ്യാ യുദ്ധത്തിൽ വിജയിക്കുന്നത്. ഇവിടെ 300 രഥമുള്ളപ്പോൾ ആസയ്ക്ക് ഒരു രഥം പോലുമില്ല. കേവലം 5,80,000 ആളുകൾ മാത്രം ആസയ്ക്കുള്ളത്. ആളുകളുടെ ബലം നോക്കുമ്പോൾ നോക്കൂ, അവിടെ നാം കാണുന്നത് 10,00,000 ആള് തന്നെ സേരഹിനുണ്ട്, പോരാനിട്ട് 300 രഥങ്ങളും. ഇവർ നേർക്കുനേർ വന്നു നിൽക്കുക. ഏതാനും സമയത്തിനുള്ളിൽ യുദ്ധം പുറപ്പെടും. ഇവർ നേർക്കുനേർ ആശയില്ലാതാക്കുവാൻ ഈ സൈന്യ ബഹുത്വത്തോടു കൂടി ഈ സേരഹ് വന്നു നിൽക്കുക. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ അല്പസമയത്തേക്ക് ആസയെ കാണാനില്ല. ആസ എവിടെ പോയി? നോക്കൂ, 11-ാം വാക്യം. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ദൈവത്തോട് കരയുകയാണ്, ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ആസയും സേരഹും നേർക്കുനേർ തങ്ങളുടെ സൈന്യ ബഹുത്വത്തോടു കൂടി നിൽക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഇവിടെ സേരഹെ ജയിക്കുകയുള്ളൂ. സൈന്യബലം അവർക്കാണ്, 300 രഥം അവർക്കാണ്, ആളുകളുടെ ബലം അവർക്കാണ്. അവര് മാത്രമേ ജയിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ ആസ ചെയ്ത കാര്യം, ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഞാൻ ഇങ്ങനെ പറയട്ടെ, നാം ആരംഭത്തിൽ ഒരു അളവുകോൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. എന്താ അളവുകോൽ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തി ഉണ്ടോ ആ വ്യക്തി എന്ത് ചെയ്യും? ഭാഗ്യവാനായി മാറും. ഇവിടെ ഈ 2 സൈന്യങ്ങൾ തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഏതാനും മിനിറ്റ് അല്ലെങ്കിൽ ഏതാനും സെക്കൻഡ് മാത്രമുള്ള ഒരു പ്രാർത്ഥന.
അത് വായിച്ചാൽ നമുക്കറിയാം. ആ പ്രാർത്ഥനയിൽ ഏകദേശം 3 ആവർത്തി ആസ യഹോവയോട് അപേക്ഷിക്കുക. ഒന്ന് ഞാൻ പറയട്ടെ, വായിച്ചു കേൾപ്പിക്കട്ടെ. 11-ാം വാക്യം. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ച്, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു പുരുഷാരത്തിനു നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. നോക്കൂ, ഏതാനും സെക്കൻഡുള്ള പ്രാർത്ഥന, മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു പ്രാർത്ഥന. ഏകദേശം 2-3 പ്രാവശ്യം യഹോവേ, 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 ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ നീ അല്ലാതെ മറ്റൊരാൾ ഞങ്ങൾക്കില്ല. ഈ ഒരു കോൺഫിഡൻസ്, ഈ ഒരു അറിവ് ആശയുടെ ഞാൻ വിവരിക്കുന്നില്ല. താഴോട്ട് നാം വായിക്കുമ്പോൾ 12-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ യഹോവ, എപ്പോൾ? യഹോവയുടെ സന്നിധിയിൽ ആസ നെടുമ്പാട് വീണപ്പോൾ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ യഹോവയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാൾ ഇല്ല. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ അളവുകോൽ ആശയുടെ ജീവിതത്തിൽ ആശ പ്രയോഗിക്കാനായിട്ടിടയായി. അപ്പോൾ 12-ാം വാക്യം, യഹോവ ആശയുടെയും യഹൂദ്യരുടെയും മുൻപിൽ കൂശ്യരെ തോൽക്കുമാറാക്കി. പോരാ, കൂശ്യർ ഓടിപ്പോയി. ആശയും അവനോടുകൂടി ഉണ്ടായിരുന്ന പടജനവും അവരെ ഗരാർ വരെ പിന്തുടർന്നു. കൂശ്യരാരും ജീവനോടെ ശേഷിക്കാതെ പട്ടുപോയി. അവർ, അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, അവർ യഹോവയുടെയും അവന്റെ സൈന്യത്തിന്റെയും മുമ്പാകെ നശിച്ചുപോയി. ഇവിടെ ആരാ യുദ്ധം ചെയ്ത്? ഇവിടെ ആശയും തന്റെ സൈന്യവും യുദ്ധം ചെയ്തില്ല. പിന്നെയോ ആശയ്ക്ക് പകരം യുദ്ധം ചെയ്തത് യഹോവയാണ്, അവന്റെ സൈന്യമാണ്. യഹോവയുടെ സൈന്യം. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ആശയുടെ നെടുമ്പാട് വീണപ്പോൾ, അവൻ തന്നെ സമർപ്പിച്ചപ്പോൾ, അവൻ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, അവന്റെ ഹൃദയം ദൈവത്തിന് മുൻപാകെ പകർന്നപ്പോൾ, സ്വർഗത്തിലെ ദൈവം നേരിട്ട് തന്റെ സൈന്യത്തെ ഇറക്കി ഈ കൂശ്യരെ തോൽപ്പിക്കുമാറാക്കി. അവരെ ഓടിച്ചു കളഞ്ഞു, അവരെ നശിപ്പിച്ചു കളഞ്ഞു. എന്താണ് ആ മെഷർമെന്റ്? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയമായിരിക്കും ചെയ്യുന്ന ഏതൊരു വ്യക്തി, ഏതൊരു ജനം, അവർ ഭാഗ്യമുള്ളവരാ. ആശയുടെ ജീവിതത്തിൽ താൻ ഈ രാജസ്ഥാനത്തേക്ക് വന്നപ്പോൾ താൻ യഹോവയിൽ ആശ്രയിച്ച് രാജ്യം ഭരിക്കാനിടയായി. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തിന് 1-ാം സ്ഥാനം നൽകി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രമാണത്തിന് പ്രാധാന്യം നൽകി ദേശത്ത്. പ്രിയമുള്ളവരെ, സമാധാനത്തോടെ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതെടുക്കുവാൻ ആശയ്ക്കിടയായി. എന്നാൽ സൈന്യ ബഹുത്വം നാം വായിക്കുന്നുണ്ട്. ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ജീവനുള്ള ദൈവത്തിൽ. നോക്കൂ, വളരെ വ്യക്തമായി നാം അവിടെ കാണുന്നു. ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ, ഇവിടെ കൂശനായ സേരക് രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചപ്പോൾ, ഇതാ ആസ ജീവനുള്ള സത്യദൈവത്തിൽ ആശ്രയിക്കാനിടയായി, അവന്റെ സന്നിധിയിൽ വീഴാനിടയായി. ദൈവം ആസയ്ക്ക് പകരം തന്റെ സൈന്യത്തെ ഇറക്കി യുദ്ധം ചെയ്ത് ഈ സേരകിനെയും തന്റെ സൈന്യത്തെയും നശിപ്പിക്കാനായിട്ടിടയായി. അപ്പോൾ ആ അളവുകോൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളിൽ, നാം ഏർപ്പെടുന്ന ഏതു തലങ്ങളിലും സ്നേഹിതരെ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ആ പീരീഡ്, അല്ലെങ്കിൽ ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. 15-16 അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു മുഖം ആശയുടെ നമുക്ക് കാണാൻ കഴിയും. ആശയുടെ മറ്റൊരു മുഖം നോക്കൂ. അതിന്റെ 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആസയുടെ വാഴ്ചയുടെ 35-ാം സംവത്സരം വരെ പിന്നെ യുദ്ധമുണ്ടായില്ല. വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ആസയുടെ വാഴ്ചയുടെ 35-ാം സംവത്സരം വരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 35 സംവത്സരം വരെ യുദ്ധമില്ലാതെ ദേശം ഭരിച്ചൊരു രാജാവ്. അതിനൊരു കാരണം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയമായിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവവചനം ന്യായപ്രമാണത്തിലേക്ക് തിരിയുവാൻ ജനത്തെ ആഹ്വാനം ചെയ്തു. കൽപ്പന പുറപ്പെടുവിച്ചു. സമാധാനത്തോടെ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിയുവാനിടയായി. അതുകൊണ്ട് 35 സംവത്സരം യുദ്ധമുണ്ടായില്ല. ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്, ആസയുടെ 35 സംവത്സരം യുദ്ധമുണ്ടായില്ല. സമാധാനത്തോടെ രാജ്യം ഭരിച്ചു. ദൈവത്തെ അന്വേഷിക്കുക. നമ്മൾ ഇതേ പുസ്തകത്തിൽ തന്നെ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നാം അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം നോക്കൂ, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എന്താ ദൈവത്തിന്റെ ആത്മാവോടെ വെളിപ്പെടുത്തുന്നത്? എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. അതാരെയാ പറയുന്നത്? ദൈവത്തിന്റെ മക്കളെ, ദൈവദാസന്മാരെ, മൂപ്പന്മാരെ, സഹവിശ്വാസികളെ, കൂട്ടുപ്രവർത്തകരെ, അവരെയാണ് ഇവിടെ പറയുന്നത്. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം അവരെന്ത് ചെയ്യണം? തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച്. അവർ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച്. അടുത്ത വാക്കവിടെ ശ്രദ്ധിച്ച്, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ. തങ്ങളുടെ ദുർമാർഗം, ദൈവദാസന്മാരുടെ ദുർമാർഗം, മൂപ്പന്മാരുടെ ദുർമാർഗം, വിശ്വാസികളുടെ ദുർമാർഗം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള ദുർമാർഗങ്ങളെ, രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തെ കുറിച്ചാണ് പറയുന്നത്. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം അവർ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ, അവർ അങ്ങനെ തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുന്നു. നമ്മുടെ ജീവിതത്തിന് സൗഖ്യം വേണോ? നമ്മുടെ കുടുംബത്തിന് സൗഖ്യം വേണോ? നമ്മുടെ സഭയ്ക്ക് സൗഖ്യം വേണോ? നമ്മുടെ ദേശത്തിന് സൗഖ്യം വേണോ? ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല പ്രിയമുള്ളവരെ. നാം നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് നോക്കൂ, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച്. നമ്മുടെ കാണുന്നുണ്ട്, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നവന് എക്സോർ വഴി ആരുമാകട്ടെ, അങ്ങനെ തിരിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. നാം സാധാരണ പാടാറുണ്ട്, ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികില്ല. നോക്കൂ, ദിനമതിൻ തുടസത്തിൽ, ഒരു ദിവസം ആരംഭിക്കുമ്പോൾ മനുവേലിൻ മുഖാംബുജം ദർശിച്ചാരംഭിച്ച, അവന്റെ മുഖം അന്വേഷിച്ചാരംഭിച്ച, അവനോട് സംസാരിച്ച് അവന്റെ ആലോചന ശ്രദ്ധിച്ച് അവന്റെ ശബ്ദം റെക്കഗ്നൈസ് ചെയ്ത് ഒരു ജീവിതം ആരംഭിച്ചാൽ ആ ജീവിതത്തിൽ ഒരു ദുരിതവും വരികയില്ല. പാട്ടുകാരൻ പറയും, ഒരു ദുരിതവും വരികയില്ല. അത് തന്നെ ഇവിടെ പറയുന്നത്, അവന്റെ മുഖം അന്വേഷിക്കുക, തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുക, തന്നെ തന്നെ താഴ്ത്തുക. നോക്കൂ, ദൈവത്തെ അന്വേഷിക്കുക. ആസ അതാ പറഞ്ഞത്, ന്യായപ്രമാണത്തിലേക്ക് വരിക, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. ആ ആസ 35-ാം സംവത്സരം വരെ യുദ്ധമില്ലാതെ രാജ്യം ഭരിച്ചു. 16-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നു, ശ്രദ്ധിക്കുക. നമ്മുടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാ: ആസയുടെ വാഴ്ചയുടെ 36-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ബയസ യഹൂദയ്ക്ക് നേരെ വന്ന് യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വരത്തുപോക്കിന് ആരെയും സമ്മതിക്കാത്തവണ്ണം രാമയെ പണിത് ഉറപ്പിച്ചു. നോക്കൂ, ആസയുടെ ലക്ഷ്യം തെറ്റുന്നു. ആസയുടെ മറ്റൊരു മുഖം നമുക്കിവിടെ കാണാൻ കഴിയും. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം വാക്യം ആരംഭിക്കുന്നത്, 36-ാം ആണ്ടിൽ ആസയ്ക്ക് ഇസ്രായേൽ രാജാവായ ബയസയുമായി ഒരു സന്ധി സംഭാഷണം. മനുഷ്യനിൽ ആശ്രയിക്കുന്ന ഒരു ആശ്രയം,
അവിടെ ആരംഭിക്കുക. നിങ്ങൾ താഴോട്ടത് വായിച്ചു വരും, നമുക്കറിയാം, കാണാൻ കഴിയും. 2-ാം വാക്യം വരുമ്പോൾ, അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നും എടുത്ത് ദമസ്കേക്കിൽ വെച്ച ആരാം രാജാവായ ബെൻഹദദിന് കൊടുത്തയച്ചു. 15-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഈ വെള്ളിയും പൊന്നും പിതാക്കന്മാരുടെ എല്ലാം ദേവാലയത്തിൽ കൊണ്ടുവച്ച ആസയാണ്. തനിക്കുള്ളതൊക്കെ ദേവാലയത്തിൽ കൊണ്ടുവച്ചു. എന്നാൽ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദേവാലയത്തിൽ നിന്ന് അതെല്ലാം എടുത്തു കൊണ്ടുപോകുന്നു. ദേവാലയത്തിൽ നിന്ന് താൻ ഈ പൊന്നും വെള്ളിയും, നോക്കൂ, ആരാ രാജാവായ ബെൻഹദദിന് കൊടുത്തയക്കുന്നു. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ. ഇതാ ഞാൻ നിനക്ക് വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബേസേ, എന്നെ വിട്ടു പോകേണ്ടതിന് നീ ചെന്നവനോട് നിന്റെ സഖ്യത ത്യജിക്കണമെന്ന് പറഞ്ഞു. നോക്കൂ, ഒരു സഖ്യത, ഒരു ആശ്രയം. മനുഷ്യരിൽ പോയി ആശ്രയിക്കുക, മനുഷ്യരുമായി തന്റെ ജഡത്തെ ഭുജമാക്കി മാറ്റുക, ദൈവത്തിൽ നിന്ന് തന്റെ ഹൃദയത്തെ മാറ്റിക്കളയുക. ആശയുടെ മുഖം മാറി, തന്റെ മിസിഗ്ധമാർക്ക്, തന്റെ ലക്ഷ്യം തെറ്റി. നോക്കൂ, താൻ അതുവരെ എങ്ങനെ രാജ്യം ഭരിച്ചോ, എങ്ങനെ ജീവിച്ചോ, എങ്ങനെ സമർപ്പിക്കപ്പെട്ടോ, അതിൽ നിന്ന് താൻ വ്യത്യസ്തനായി മാറാനിടയായി. 35 വർഷം സമാധാനത്തോടെ സ്വസ്ഥതയോടെ രാജ്യം ഭരിച്ചപ്പോൾ താൻ തന്നിൽ തന്നെ അഹങ്കരിക്കാനിടയായി. ഏതു രാജാക്കന്മാരെക്കാൾ മാന്യമായി ദൈവത്താൽ മാനിക്കപ്പെട്ട ഒരു രാജാവ്. താൻ തന്നിൽ തന്നെ നിഗളമുണ്ടായി. 36-ാം ആണ്ടിൽ താൻ ചില ബന്ധങ്ങൾ സ്ഥാപിക്കുക, ചില കൂട്ടുരാജാക്കന്മാരുമായി ചില സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ദേവാലയത്തിൽ ഇരുന്ന വിലവെടുപ്പുള്ളതെല്ലാം എടുത്ത് അവർക്ക് കൊടുത്ത് ചില സഖ്യതയിൽ ഏർപ്പെടുവാനായിട്ടിടയായി. ഞാൻ വിവരിക്കുന്നില്ല. 7-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ആ കാലത്ത് ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, എന്തെന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് ആരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഇവിടെ വളരെ വ്യക്തമായി ഗൗരവമായി ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാ. മുഖം നോക്കാതെ ആശയുടെ മുൻപിൽ കാര്യം വെളിപ്പെടുത്തുകയാ. എന്താ വെളിപ്പെടുത്തുന്നത്? നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ, നാളിതുവരെ യഹോവയിൽ ആശ്രയിച്ച, യഹോവ മാത്രം ആശ്രയമായിരുന്ന ആ അളവുകോൽ ജീവിതം ആശയുടെ ലക്ഷ്യം തെറ്റി. ആശയുടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ മാറുവാനിടയായി. ആസ മറ്റു രാജാക്കന്മാരുമായി ബന്ധപ്പെടാൻ തുടങ്ങി, സഖ്യത്തിൽ ഏർപ്പെടാൻ തുടങ്ങി, ദേവാലയത്തിലെ വിലവെടുപ്പുള്ളത് എടുത്ത് അവർക്ക് നൽകുവാനിടയായി. ദൈവം തന്റെ ദാസനെ അയച്ച് തന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. നീ യഹോവയിൽ ആശ്രയിക്കേണ്ടുന്നവനാ, യഹോവ മാത്രം ആശ്രയമായിരിക്കേണ്ടുന്നവനാ. എന്നാൽ നീ ദൈവത്തിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് ആരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ അളവുകോൽ, 2-ാമത്തെ അളവുകോൽ എന്താ ഞാൻ പറഞ്ഞത്? നാം അവിടെ കാണുന്നതായ 2-ാമത്തെ അളവുകോൾ നമുക്ക് 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിച്ചതായ അളവുകോൽ നമുക്കവിടെ വ്യക്തമായി കാണാൻ കഴിയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ആശയുടെ ജീവിതത്തിൽ ഇതാ 2-ാമത്തെ അളവുകോൽ അപ്ലൈ ചെയ്യുക. ആശ സ്വസ്ഥതയോടെ രാജ്യം ഭരിച്ചു വരികയായിരുന്നു, യഹോവ മാത്രം ആശ്രയമായിരുന്നു. ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായപ്പോൾ നീ മാത്രമേ ആശ്രയമായിട്ടുള്ളൂ, നീയാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. ദൈവമേ, യഹോവേ, യഹോവേ, ബലവാൻ ബലഹീനൻ തമ്മിൽ കാര്യമുണ്ടായാൽ നീ അല്ലാതെ മറ്റാരുമില്ല. ആ ഒരറിവ് ആശയ്ക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നോക്കൂ, വളരെ കൃത്യമായി, വളരെ ലക്ഷ്യത്തോടെ സമർപ്പിക്കപ്പെട്ട നിലയിൽ ആസ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ തന്റെ ലക്ഷ്യം മാറുന്നു, തന്റെ ചിന്ത മാറുന്നു, തന്റെ ജീവിത രീതി മാറുന്നു, തന്റെ ശബ്ദം മാറുന്നു, തന്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നു. താൻ എന്ത് ചെയ്യാ? ഇവിടെ നാം കാണുന്നത് ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറി. ആസ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത് ദൈവത്തിൽ നിന്ന് വിട്ടുമാറി, ഹൃദയം കൊണ്ട് യഹോവയിൽ നിന്ന് വിട്ടുമാറുക. 2, തന്റെ ജഡത്തെ
ഭുജമാക്കി മാറ്റി. തന്റെ ജഡം, നോക്കൂ, നിഗളമെന്ന പാപം തന്നിലേക്ക് വരുവാനായിട്ടിടയായി. തന്റെ ശരീരത്തിൽ, തന്റെ ചിന്തയിൽ, തന്റെ പ്രവൃത്തിയിൽ താൻ ഊറ്റം കൊള്ളുവാനിടയായി. ജഡത്തെ തന്റെ ഭുജമാക്കി. 3, മനുഷ്യരിൽ പോയി ആശ്രയിച്ചു, മറ്റു രാജാക്കന്മാരിൽ പോയി ആശ്രയിച്ചു. ഞങ്ങളെ രക്ഷിക്കേണ്ടത് ഇനി നിങ്ങളാണ്. യഹോവയിൽ ആശ്രയിക്കേണ്ടുന്നവൻ മനുഷ്യനിൽ പോയി ആശ്രയിച്ചു. നാം വായിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്താ സംഭവിച്ചത് അവിടെ? എന്താ സംഭവിച്ചത്? 8-ാം വാക്യത്തിൽ നാം അത് കണ്ടു. 7-ാം വാക്യത്തിൽ നാം അത് കണ്ടു. ദൈവം തന്നോട് പറയുവാനുള്ള സന്ദേശം തന്റെ പ്രവാചകനെ വിട്ട് വ്യക്തമായി താൻ അയച്ചു. എന്നാൽ ആ സന്ദേശം കേട്ടപ്പോ ആശ ചെയ്തത് എന്താ? അവിടെ നാം കാണുന്നത്, നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് 8-ാം വാക്യം വായിച്ചാൽ നമുക്കറിയാം. കൂശ്യരും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടിയ ഒരു മഹാസൈന്യമായിരുന്നല്ലോ. എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. മുമ്പത്തെ സംഭവം, അവനെതിരെ കുതിരകളും രഥങ്ങളും വന്ന്, നോക്കൂ, യുദ്ധത്തിന് വന്നപ്പോൾ യഹോവയിൽ നീ ആശ്രയിച്ച ഒറ്റ കാരണം കൊണ്ട് ദൈവം അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു വാക്കവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്താ വാക്ക്? യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. നീ ചെയ്തത് ഭോഷത്വമാ. നീ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറി. നീ ജഡത്തെ തന്റെ ഭുജമാക്കി മാറ്റി. നീ മനുഷ്യനിൽ പോയി ആശ്രയിച്ചു. ഇത് നിന്റെ ജീവിതത്തിൽ ഭോഷത്വമാണ്. നോക്കൂ, 19-ാം വാക്യം. ഇത് പറഞ്ഞപ്പോൾ ദർശകൻ പറയാ, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. നാളിതുവരെ യുദ്ധമില്ല, സമാധാനം, സ്വസ്ഥത, ഉറപ്പുള്ള ഗോപുരം പണിയുന്നു. ഓ, എത്ര മാധുര്യമേറിയ രാജ്യഭരണം. എന്നാൽ ലക്ഷ്യം തെറ്റുന്നു, ചിന്തകൾക്ക് വ്യത്യാസം. നോക്കൂ, ഇവിടെ കാണുന്നത്, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. ഇത് കേട്ട ഉടനെ 19-ാം വാക്യം എന്താ സംഭവിക്കുന്നത്? ശ്രദ്ധിച്ചേ. അപ്പോൾ ആസ ദർശകനോട് ക്രുദ്ധിച്ച് അവനെ കാരാഗൃഹത്തിലാക്കി. ഈ വാർത്ത ദൈവം തന്റെ ദാസനിലൂടെ അറിയിച്ചപ്പോൾ ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ആ വ്യക്തിയെ ഇല്ലാതാക്കുവാൻ ആസ ശ്രമിക്കുന്നു. എന്താ? അപ്പോൾ ആ ദർശകനോട് ക്രുദ്ധിച്ചു അവനെ കാരാഗൃഹത്തിലാക്കി. നോക്കൂ, ഈ കാലഘട്ടത്തിലും വ്യത്യസ്തമൊന്നുമല്ല. ഇങ്ങനെ തന്നെയല്ലേ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ സന്ദേശം, ദൈവം നൽകിയ ആലോചനകൾ ജനത്തിന്റെ മുൻപേ അറിയിക്കുമ്പോൾ മുഖപക്ഷം കൂടാതെ, മുഖം നോക്കാതെ ദൈവം തന്റെ ആലോചനകളെ തന്റെ ദാസന്മാരിലൂടെ ജനഹൃദയങ്ങളിലേക്ക് നൽകുമ്പോൾ എന്താ പ്രതികരണം? ഇത് തന്നെയാ. എന്താ? അവരെ ഇല്ലാതെയാക്കുക, അവരുടെ പേര് വഷളാക്കുക, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി. നോക്കൂ, ഹൃദയം കൊണ്ട് ദൈവത്തെ നിന്നകന്ന് ജഡത്തെ തന്റെ ഭുജമാക്കി മനുഷ്യനിൽ ആശ്രയിക്കുന്ന ഒരുപറ്റം ആളുകൾ അവരെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയും ആസ ചെയ്തത് അത് തന്നെയാ. താൻ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് മാറിയപ്പോൾ നോക്കൂ, ബാക്കിയൊക്കെ പടിപടിയായി വന്നു. തന്റെ ജഡത്തിൽ താൻ ഊച്ചം കൊണ്ടു, താൻ മനുഷ്യരിൽ പോയി ആശ്രയിച്ചു. സംഭവിച്ചത് എന്താ? ദൈവത്തിന്റെ ദാസനായ ആ പ്രവാചകനെ, ദർശകനെ എന്ത് ചെയ്തു? കാരാഗൃഹത്തിലാക്കി. തനിക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞു. ദൈവത്തിന്റെ ആലോചനയാ പ്രവാചകൻ പറഞ്ഞത്, ആ ദർശകൻ പറഞ്ഞത്. പക്ഷേ ആശയ്ക്ക് അത് തൃപ്തിയായില്ല, ആശയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. തന്റെ മുഖം നോക്കിയാണത് പറഞ്ഞത്. ഇന്നും അങ്ങനെയൊക്കെ സംഭവങ്ങൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിലൊക്കെ, നമ്മുടെ സഭകളിൽ, നമ്മുടെ സമൂഹത്തിൽ ഒക്കെ കണ്ടുവരാറുണ്ട്. വളരെ പരാജയം, വളരെ ദയനീയം. ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസന്മാരോട് നമ്മോട് സംസാരിക്കുമ്പോൾ ആ ആലോചനയ്ക്ക് കീഴ്പ്പെടുവാൻ, വിധേയപ്പെടുവാൻ നമുക്ക് ഇടയാകണം. അങ്ങനെ ആയാൽ ദൈവത്താൽ നാം മാനിക്കപ്പെടും, ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. അല്ല എങ്കിൽ നാം ശപിക്കപ്പെടുവാനായിട്ടിടയാകും. ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. കാരാഗ്രഹത്തിലാക്കി. ഈ കാര്യനിമിത്തം അവനോട് ഉഗ്ര കോപമുണ്ടായിരുന്നു.
ആ സമയത്ത് ആസ ജനത്തെ ചിലരെ പീഡിപ്പിച്ചു. നോക്കൂ, അവന്റെ കോപം ശമിപ്പിക്കാൻ കഴിയാതെ അവൻ ജനത്തെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. നാളിതുവരെയുള്ള സമാധാനപരമായ അന്തരീക്ഷത്തിൽ നിന്ന് അവന്റെ ലക്ഷ്യം തെറ്റിയപ്പോൾ, അവന്റെ അളവുകൾ മാറിപ്പോയപ്പോൾ, നോക്കൂ പ്രിയമുള്ളവരെ, ദേശത്ത് അസ്വസ്ഥത ഉണ്ടാകാനിടയായി. ജനത്തെ പീഡിപ്പിക്കുന്ന രാജാവായി ആസ മാറുവാനായിട്ടിടയായി. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആസയുടെ അവസാനമാ പറയുന്നത്. ആസയ്ക്ക് തന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത്. ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. തന്റെ വാഴ്ചയുടെ 41-ാം ആണ്ടിൽ മരിച്ചു. നോക്കൂ, നല്ലൊരു തുടക്കം, നല്ലൊരു അളവുകോൽ, നല്ലൊരു ആശ്രയം. എന്നാൽ തന്റെ ജീവിതത്തിന്റെ പടിപടികൾ ഉയർച്ചയിലേക്ക് വന്നു. ദേശം അനുഗ്രഹിക്കപ്പെടാനിടയായി. സ്വസ്ഥതയുണ്ടായി. ഉറപ്പുള്ള ഗോപുരങ്ങൾ പണിതു. സമാധാനപരമായ അന്തരീക്ഷം വന്നപ്പോൾ താൻ തന്നിൽ തന്നെ നിഗളിക്കാനിടയായി. താൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയായി. തന്റെ അളവുകോലിന് മാറ്റം സംഭവിക്കാനിടയായി. താൻ മനുഷ്യനിൽ പോയി ആശ്രയിക്കാനിടയായി. സംഭവിച്ച പരാജയം, ദൈവം തന്റെ ആലോചന പറഞ്ഞപ്പോൾ ആ ആലോചനയ്ക്ക് കീഴ്പ്പെടുവാൻ ആ മനസ്സ് തയ്യാറായില്ല. മറിച്ച് ആ ആലോചന പറഞ്ഞ ദൈവം തന്റെ ഭൃത്യനിലൂടെ ആ സന്ദേശം അറിയിച്ചപ്പോൾ ആ വ്യക്തിയെ ഇല്ലാതെയാക്കാൻ, കാരാഗ്രഹത്തിലാക്കാൻ, ആ ജനത്തെ പീഡിപ്പിക്കാൻ, ആ ദേശത്തെ അസമാധാനം വ്യാപിപ്പിക്കുവാൻ ആസക്കിടയായി എന്നുള്ളതാണ്. എത്രയോ നല്ലൊരു തുടക്കം, പക്ഷെ തന്റെ അവസാനം എത്രയോ ദുഃഖകരമായ ഒരവസ്ഥ. ഞാൻ ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവദാസന്മാരെ, ദൈവജനമേ, ദൈവമക്കളെ, വളരെ ഭയത്തോടുകൂടി ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. രണ്ടളവുകോൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവൻ ഭാഗ്യവാനാണ്. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും യഹോവയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുക. നോക്കൂ, ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുക. അവിടെ ദൈവം മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നോക്കൂ, രണ്ടാമത്തെ അളവുകോൽ ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുക. എന്താ അളവുകോൽ? നീ ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുക. നീ ജഡത്തെ തന്റെ ഭുജമാക്കി മാറ്റുക. മനുഷ്യനിൽ പോയി ആശ്രയിക്കുക. അങ്ങനെ നീ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ നീ ശപിക്കപ്പെട്ടവനായി മാറും. ദൈവത്തിന് അനുഗ്രഹം നിന്നിൽ നിന്നില്ലാതെയാകും. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ വളരെ ഗൗരവമേറിയ ഒരു ചിന്തയാണ് ആശയുടെ ജീവിതത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നത്. നല്ലൊരു തുടക്കം, പക്ഷെ അവസാനം അയ്യോ അയ്യോ. നമ്മുടെയും ജീവിതത്തിൽ നല്ല തുടക്കമായിരിക്കാം, പക്ഷെ നമ്മുടെ അവസാനം എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തിൽ ആശ്രയിച്ചുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ അവസാനം എൻഡിങ്ങിലേക്ക് പോകുമ്പോൾ ആ ജീവിതം എങ്ങനെയാ? ഈ രണ്ട് കാലഘട്ടത്തിനുള്ളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നന്മ, ഉയർച്ച, അനുഗ്രഹം അത് സംഭവിക്കുമ്പോൾ നാം നമ്മെ തന്നെ നിഗളത്തിലേക്ക് കൊണ്ടുപോകും. നോക്കൂ പ്രിയമുള്ളവരെ, പാപം എന്ന നിഗളം നമ്മിലേക്ക് കടന്നു വരും. അങ്ങനെ സംഭവിച്ചാൽ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകും. നാം നമ്മുടെ ജഡത്തെ ഭുജമാക്കി മാറ്റും. പോരാ, നാം മനുഷ്യനിൽ പോയി ആശ്രയിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആസ നമുക്കൊരു ഗുണപാഠമായി നിൽക്കുക. ദൈവത്തിൽ ആശ്രയിക്കാം, പൂർണ്ണമായി നമ്മെ സമർപ്പിക്കാം. ആസ ചെയ്തതുപോലെ ലക്ഷ്യം നോക്കൂ, ആരംഭത്തിൽ ആസ ചെയ്ത ആ ലക്ഷ്യം തെറ്റാതെയുള്ള ജീവിതം. ആസയുടെ രണ്ടാം ഭാഗം നമുക്ക് ഗുണപാഠമാണ്. ഒരിക്കലും നാം അങ്ങനെ പോകാൻ പാടില്ല. ദൈവത്തിൽ ആശ്രയിച്ച യഹോവ മാത്രം ആശ്രയമായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാം. ഇതുവരെയും എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും ഒരു പ്രാവശ്യം കൂടി ഞാൻ അറിയിച്ച എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise the Lord. Thank you, Son of God, Master Jumon Chako from Pallikut, Malpuram. Very blessed message you were listening, Son of God. Very blessed thought. Blessed is the man that trusteth in God and whose trust is God only. And cursed is the man that trusteth on the man only. We were listening from Son of God about the life of Asa.
What a blessed life he has in the starting. Many people have the blessed life in the starting, but the end, because of the proud they get, the my, I, when they talk about themselves. Maybe God has given them all this blessing, but they forget that for everything, all blessing which is coming, it is coming from Lord only. Even in our assemblies, in our church, we found these things. Believers also behaving like that. We were listening about Asa. God has blessed him. For 35 years, he has he ruled very nicely. But when he started trusting on the man, his fall is come. And when the seer, the prophet, has came to him and he warned him, he put him behind the bar. And that's what is happening everywhere in many churches. When the seers, when the prophet tells them, when the word of God come to those who are having the proud, they're trying to destroy their name. This is happening in many assemblies, many churches. We see in daily life. It is not only we are listening from scripture. This we are seeing in our daily life. Very blessed thought, and a thought which is for the today's time. And we thanks Lord God for the blessed message we could hear today. And we thank Sister Lisa Biju for very beautiful song we could hear today. Two songs we could hear today, and we welcome all of you Swandanam Vaidadhara online platform. Our platform is open every day, Monday to Friday, 9 p.m. to 10 p.m. with the same ID and same link. Every Monday, we have special messages by different Son of God service platform. Every Tuesday, tomorrow we have a Sanjeevi on the topic Nehemiah, let's build the wall. Every Wednesday, we have one is Biju Benjamin from Adur on the topic Minor Prophet Hosea. Every Thursday, we will be, up till last week, we were having one is Bowen, but from this week onward, we will be having new series. And every Friday, we have one is Shibin BS from Chittikona on the topic Fruitful Tree from the life of Joseph. So we request our platform Monday to Friday, same ID and same link. Now I will request Son of God, Biju Benjamin from Adur, to lead us with a closing prayer. Please don't go off this prayer. We have time of prayer fellowship. After this prayer, may God's alone be